ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോരുത്തരായി അറസ്റ്റിലായപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വാസുവിൻ്റെ അറസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് പത്മകുമാറിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അടുത്തത് മന്ത്രിമാരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവിടെ അതിനു മുമ്പ് ഇതിനകത്ത് ഇന്നലെ PC വിഷ്ണുനാഥ് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. ഇതിനകത്തൊരു സുഭാഷ് കപൂറുണ്ട്. ആരാണ് ആ സുഭാഷ് കപൂർ? ആ സുഭാഷ് കപൂറിലേക്കാണ് എത്തേണ്ടത്. അത് ആരാണെന്ന് കണ്ടെത്തിയാൽ സംഭവം സമ്പൂർണ്ണമായി. അതെ, തീർച്ചയായിട്ടും എല്ലാവരും സംശയിച്ചിരുന്നതും എന്നാൽ അതിലേറെ പ്രതീക്ഷിച്ചിരുന്നതുമായ ഒരു അറസ്റ്റാണ് ശ്രീ N വാസുവിൻ്റേത്. അദ്ദേഹത്തെ ശ്രീ N വാസു എന്ന് പറയുന്നതിലും നല്ലത് സഖാവ് വാസു എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും കമ്മീഷണറും ഒക്കെ ആയിരിക്കുമ്പോൾ ആ പദം ഉപയോഗിക്കുന്നത് അത്ര ഉചിതമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ശ്രീ എന്ന്. കാരണം അദ്ദേഹം അത്ര അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റാണ്. ആദ്യം ചെറിയ പ്രായത്തിൽ 27-ാം വയസ്സിൽ ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, പിന്നീട് അഡ്വക്കേറ്റ് ആകുന്നു, പിന്നീട് വിജിലൻസ് ട്രിബ്യൂണൽ. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. കുറ്റക്കാരെയും കുഴപ്പക്കാരെയും കണ്ടുപിടിച്ച് ശിക്ഷിക്കേണ്ട ജഡ്ജിയുടെ സ്ഥാനത്തിരുന്ന ആൾ ഇപ്പോൾ കള്ളൻ്റെ സ്ഥാനത്ത് ഏതാണ്ട് അകത്തായി. വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഈ ശ്രീ വാസു വെറും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നില്ലല്ലോ. അദ്ദേഹം അവിടെ തന്നെ അതിൻ്റെ താഴെ കമ്മീഷണർ, പിന്നെ പ്രസിഡന്റ്. ശ്രീ ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, CPM-ൻ്റെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, എല്ലാ പദവികളും വഹിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നിയമനം പോലും ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾക്ക് വേണ്ടി ആയിരുന്നോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു കാര്യത്തിലാണ് നമ്മൾക്ക് ഈ കോടതിയോടും പോലീസിനോടും ഒക്കെ നമ്മൾക്ക് ഒരു കാര്യമാണ് പറയുവാനുള്ളത്. ഇത് കേവലം ഈ ചെമ്പുപാളിയിൽ ഒതുങ്ങരുത്. ശബരിമലയുമായും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഈ ശബരിമല ഒരു നമ്മൾക്ക് മറ്റ് ഉള്ളവർക്ക്, ഭക്തർക്കല്ലാതുള്ളവർക്ക് ഒന്ന് കയറാനോ അന്വേഷിക്കാനോ ഒന്നുമുള്ള സംവിധാനമില്ലായിരുന്നു. അവരുടെ തന്നെ ഈ സുരക്ഷാ സംവിധാനമുണ്ട്. ആ സുരക്ഷാ സേനയിൽപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞാൽ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡോ ദേവസ്വം ബോർഡോ ഒന്നും അല്ല നിയമിക്കുന്നത്. ഈ നമ്മൾക്ക് ചില വ്യക്തികൾ സെക്യൂരിറ്റി ഗാർഡായിട്ട് വരുമ്പോൾ പേര് സെക്യൂരിറ്റി ഗാർഡെന്ന്, പക്ഷേ കയ്യിലിരിപ്പ് ഗൂണ്ടാപ്പണി. പക്ഷേ ആ തൽക്കാലത്തേക്ക് ആ ഗൂണ്ട എന്നുള്ള പേര് മാറി സെക്യൂരിറ്റി എന്നൊരു അവരെ നാമധേയത്തിൽ വരുന്നതേ ഉള്ളൂ. സ്വഭാവം എല്ലാം ഒന്നാണ്, നിയമിക്കുന്നത് തന്നെ ആ പണിക്കുവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ എന്തെങ്കിലും കുഴപ്പം കാണിക്കുന്ന ഒരാളിനെ വക വരുത്തണമെങ്കിൽ നടക്കും. എന്നിട്ട് അതിനെ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ചിത്രീകരിച്ചാൽ ഇവിടെ സിറ്റിയിൽ നടക്കുന്നത് പോലും പുറത്തറിയാതിരിക്കുമ്പോഴാണോ അന്നത്തെ പഴയ ശബരിമല? ഇപ്പോഴത്തെ ശബരിമല കുറച്ചുകൂടിയൊക്കെ സുതാര്യമാണ്. CCTV ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, മൊബൈൽ ക്യാമറകളുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവിടെ നടന്ന പല വിഷയങ്ങളും ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തിനേറെ ഒരു പോലീസ് ഓഫീസറെ അവിടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചപ്പോൾ ആ പോലീസ് ഓഫീസറെ ഈ ശബരിമലയിലോ സന്നിധാനത്തോ കയറ്റരുത് എന്നുവരെ ഉത്തരവിട്ട അല്ലെങ്കിൽ ശുപാർശ ചെയ്ത രഹസ്യമായി ഉത്തരവെടുത്ത വ്യക്തിയാണ് ഇദ്ദേഹമെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഈ വെറും ചെമ്പുപാളിയിൽ നിൽക്കരുത്. പലപ്പോഴും താങ്കൾ പറഞ്ഞത് രാഹുൽ ആർ നായരെ കുറിച്ചാണ്, പഴയ IPS-കാരനായിട്ടുള്ള പേരുകളൊന്നും സംഭവങ്ങളാണ്. അതെ, അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരാളെ ഒരു താൽക്കാലിക ജീവനക്കാരൻ കൊല്ലപ്പെടുന്നു. പക്ഷേ അത് ആരും അറിയാതെ ഒതുക്കി തീർക്കുന്നത്. താങ്കൾ പറയും ഈ 2019 മുമ്പുള്ള കാലഘട്ടത്തിൽ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുണ്ടായിരുന്ന വിഷയം അന്വേഷിക്കാനാണ് രാഹുൽ ആർ നായരെ ഇവിടെ നിന്നും ശബരിമലയിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അതിനുശേഷം രാഹുൽ ആർ നായരെ അവിടെ നിന്ന് ഇനി ഈ പടി കയറി ശബരിമലയിലേക്ക് അയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാസു മുഖ്യമന്ത്രിക്കും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഒക്കെ അങ്ങ് കത്തെഴുതിയിരുന്നത്. അപ്പോൾ അവിടെ ഇതിനകത്ത് താങ്കൾ പറഞ്ഞ പോലെ ഈ സ്വർണ്ണപ്പാളി മറിച്ച് വിറ്റതോ അല്ലെങ്കിൽ സ്വർണം കട്ട് മുടിച്ചതോ എന്നതിനൊക്കെ അപ്പുറം വല്ലാത്ത രീതിയിൽ അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതിന് ഒരാൾ എതിരായി നിൽക്കുകയാണെങ്കിൽ അവരെ കൊല്ലാൻ പോലും മടിക്കാത്ത തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെക്യൂരിറ്റി പ്രവർത്തനം നടത്തേണ്ട സ്ഥിതിയിലേക്ക് ശബരിമല മാറിയോ?
ശബരിമല ആ രീതിയിലാക്കി മാറ്റിയതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും അന്നത്തെ അംഗങ്ങൾക്കും ആണ് പ്രധാനമായി. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും ഏറ്റവും തലപ്പത്തിരിക്കുന്നത് അവരാണ്. പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ചില നിയന്ത്രണങ്ങളും അധികാരങ്ങളുമൊക്കെ നിശ്ചയിച്ച് നൽകുന്നതേ ഉള്ളൂ. അതിന് മുകളിൽ നിന്നുള്ള ഉത്തരവുകൾ വന്നാൽ അനുസരിക്കേണ്ടി വരും. ഇവിടെയും ഇപ്പോൾ അതാണല്ലോ സംഭവിച്ചത്. താഴെ നിന്നും എഴുതിപ്പോയത് സ്വർണ്ണപ്പാളി എന്ന് തന്നെയാണ്. പക്ഷേ സ്വർണ്ണപ്പാളി ഈ വാസു എന്ന വ്യക്തിയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞ് ഫയൽ തിരികെ വന്നപ്പോൾ അത് ചെമ്പായി മാറി. അവിടെയാണല്ലോ നമ്മൾ ഈ സ്വർണം ചെമ്പായി മാറുമ്പോഴാണല്ലോ അത് മോഷണമാകുന്നത്. തിരിച്ചാണെങ്കിൽ അത് മോഷണമല്ലല്ലോ, മന്ത്രമാണല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ മന്ത്രം അറിയാവുന്ന തന്ത്രി മുതൽ തന്ത്രം അറിയാവുന്ന മന്ത്രിമാർ വരെ ഇതിനകത്ത് ഉൾപ്പെടും. ഇപ്പം ഞാൻ ഈ തന്ത്രം അറിയാവുന്ന മന്ത്രി എന്ന് പറയുമ്പോൾ ശ്രീ ഗോപകുമാറിന് അത് വെറും ഒരു അലങ്കാരമല്ലേ എന്ന് ചോദിക്കും. അല്ല, ഇപ്പോൾ ഒരു മന്ത്രി അത് ബോധ്യപ്പെടുത്തി തന്നു. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ എന്താ, DM ശ്രീയിൽ ഒപ്പിട്ടത് ഒരു തന്ത്രമാണ്, രൂപ കേന്ദ്രത്തിൻ്റെ അടിച്ചു മാറ്റാനാണ്, അല്ലാതെ അതിനകത്ത് പെട്ടതൊന്നും നടപ്പിലാക്കാനല്ല എന്ന് തന്ത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പരസ്യമായി പറഞ്ഞത് അദ്ദേഹമല്ലേ. അപ്പോൾ തന്ത്രമറിയാവുന്ന മന്ത്രി എന്ന വാക്കിന് ഇനി അത് ആക്ഷേപമാണോ? യാഥാർത്ഥ്യമല്ലേ, തെളിയിച്ചു തരികയല്ലേ. നമ്മൾ പറയുന്നതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലേ. അപ്പോൾ എന്തായാലും ദേവസ്വം ബോർഡിൽ പണ്ട് മുതൽ, കാരണം പണമുള്ളിടത്ത് സ്വാഭാവികമായും ആളുകൂടും, അവിടെ നിന്ന് അത് അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തും. കാരണം അതിനൊക്കെ ഒരു ന്യായീകരണമുണ്ട്. ഭഗവാൻ എന്തിനാ ഇതൊക്കെ പണമൊക്കെ? അപ്പം പാവപ്പെട്ടവരായ എല്ലാവരും ഈ മോഷണം നടത്തുന്ന സമയം എല്ലാവരും പാവമാണ്, പാപമല്ല പാപമാണ്. വിജയമല്യ പോലും ഈ ഇതൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹം പിന്നീടും പറയുന്നത് ഞാനും ഒരു പാപ്പരാണ് എന്നാണ് പറയുന്നത്. അപ്പം ആ രീതിയിൽ ഇതൊക്കെ അവിടെ നടത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സത്യസന്ധരായ ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ ഒന്നും ഉണ്ടായാൽ പറ്റില്ല. അവിടെ ഇത്തരത്തിൽ എന്തിനും പോന്ന, എന്തിനും തയ്യാറായ, എന്ത് ചെയ്താലും കുഴപ്പമില്ലാതെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ഇത്തരം ഭരണകർത്താക്കൾ, അത് മന്ത്രിയായാലും അതേപോലെ തന്ത്രിയായാലും കമ്മീഷണറായാലും ബോർഡ് മെമ്പറായാലും ആരായാലും, അങ്ങനെ 3-4 പേരങ്ങ് തയ്യാറായാൽ എന്തും സംഭവിക്കുമെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇപ്പോൾ ഇത്. അപ്പോൾ ഈ കട്ടിളപ്പാളിയിലെ ഒരു കേസിലാണ് ഇപ്പോൾ 3-ാം പ്രതി. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടും ഇരിക്കുന്നത്. ഇനി ദേവസ്വം കമ്മീഷണർ എന്നുള്ള നിലയിലുള്ള കേസുകളിൽ ഉൾപ്പെടാം. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേൽ ഇനി പല പല കുറ്റങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ തുടർ ചോദ്യം ചെയ്യലിൽ, കാരണം ഇതുവരെയുള്ള സ്റ്റൈൽ അങ്ങ് മാറി, ഇനിയിപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. അപ്പോൾ അതിൻ്റേതായ സ്വഭാവം ഒന്ന് മാറും. സ്വഭാവം മാറുമെന്ന് പറഞ്ഞാൽ മർദ്ദിക്കുമെന്നല്ല, ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലുകളൊക്കെ വരുമ്പോൾ പരസ്പര വിരുദ്ധമായി കള്ളം പറയും. ഇപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് പൂർണ്ണമായും ഒരല്പം താമസം വന്നപ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. പഴുതടച്ച് പൂർണ്ണ മൊഴികൾ കിട്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ബോട്ടിൽ നെക്ക്, അല്ലാതെ മറ്റൊന്നിനുമല്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചല്ലോ. അപ്പോൾ ഈ ബന്ധപ്പെട്ട അറസ്റ്റിലായ മൊത്തം പേരെയും കൂടെ ഒന്നും കൂടി ഒന്നിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യൽ വരുമ്പോൾ മറ്റു പലതും പുറത്തു വരും. എന്ന് മാത്രമല്ല, ഇങ്ങനെ ചെയ്തത് പോലും ഇവർക്ക് വേണ്ടി മാത്രമാണോ, മറ്റു പലർക്കും വേണ്ടിയാണോ? അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി ഇതൊന്നും അറിയാതിരിക്കാൻ പറ്റുമോ? ഈ ചെമ്പുപാളി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പുറത്ത് കൊണ്ടുപോകാൻ അനുവദിക്കുമ്പോൾ സ്വാഭാവികമായും അത് മന്ത്രി അറിയണമല്ലോ. മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പോലും മന്ത്രി അറിയേണ്ടതാണ്. അല്ല, മന്ത്രി എല്ലാ കാര്യങ്ങളും അറിയുന്നുള്ളത് തന്നെയാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, വാസു എഴുതിയ കത്തടക്കം മന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രിയുടെ അടുത്തുണ്ട്. അതായത് ഈ രാഹുൽ ആർ നായരെ പോലുള്ള ഒരു IPS കാരനെ ഈ ശബരിമലയിലേക്ക് വിടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ കത്തടക്കം. അപ്പോൾ ഈ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അറിയുന്നുണ്ടാണല്ലോ. ആ സെക്യൂരിറ്റി ജീവനക്കാരനെ രക്ഷിച്ചെടുക്കാൻ കാണിച്ച വാസുവിൻ്റെ തന്ത്രമായിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ വാസു എടുത്ത തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഗുണ്ടകളാകുന്ന സെക്യൂരിറ്റിക്കാരെ കൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു ഇടമാക്കി ശബരിമലയെ മാറ്റുന്നത് എന്തിനാണ്? അവിടെയാണ് ആ ക്വസ്റ്റ്യനാണ് പ്രസക്തമാകുന്നത്. അത് താല്പര്യം, വ്യക്തിപരമായ താല്പര്യങ്ങൾ വന്നു പോയാൽ പിന്നീട് അവിടെ ശബരിമല അയ്യപ്പനല്ല ഇനി ആരായാലും അവിടെ പിന്നെ പ്രശ്നമല്ല. പ്രത്യേകിച്ച് പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം ഈ മരണം കഴിഞ്ഞ് പിന്നെ ഒരു പുനർജന്മമോ സ്വർഗമോ നരകമോ ഒന്നുമില്ല. ഇവിടുത്തെ ജീവിതം
ഇവിടെ അവസാനം ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന 4 മുഷ്ടി ചുരുട്ടിയുള്ള മുദ്രാവാക്യത്തിൽ തീരും. അത് ഉള്ളിൽ കയറിയത് കൊണ്ടാണല്ലോ ഏറ്റവും അവസാനം CPM-ൽ ചെന്ന് ചേർന്ന ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് മുദ്രാവാക്യം വിളിച്ചല്ലേ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു രീതിയിൽ വിശ്വാസം കൂടി ഇല്ലാത്ത ഒരാളിന് ഇതൊക്കെ ചെയ്യുന്നതിന് എന്താ ബുദ്ധിമുട്ട്, തടസ്സം? തീർച്ചയായിട്ടും ഇവിടെ ദൈവം ഉണ്ടെന്ന് അടിയുറച്ച് വിശ്വസിച്ചിട്ടോ അന്ധമായി വിശ്വസിച്ചിട്ടോ 2019 വരെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. 2019 ശേഷം കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ CCTV അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഈ നിയമന കാര്യങ്ങൾ കുറച്ചുകൂടി സുതാര്യത വന്നിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപ് ഈ പറഞ്ഞ പോലെ ഗുണ്ടകൾ, ഞാനീ പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ആനയറയിലുള്ള ഒരു ഗുണ്ടയാണ്. അയാൾക്ക് പേട്ടയിലും മ്യൂസിയത്തും അടക്കം ഏകദേശം 6-7 കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്ര ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് അവനെയാണ് ഈ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ചുമന്ന് ശബരിമലയിലേക്ക് എത്തിക്കുന്നത്. അതിന് പിന്നിൽ CPM സഖാക്കളാണ്. അപ്പോൾ അവനെ രക്ഷിച്ചെടുക്കാനാണ്, അവൻ നടത്തിയ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കാനാണ് വാസു അടക്കമുള്ളവർ ശ്രമിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ വാസുവിനെ ഇനി കൊടുക്കേണ്ടത്, ഇനിയുള്ള അന്വേഷണങ്ങൾ എത്തേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം. സ്വർണ്ണപ്പാളിയിൽ മാത്രം ഒതുക്കാതെ അവിടെ നടന്ന ഇത്തരത്തിലുള്ള ചിത്രപഥങ്ങളടക്കം ഇതിനകത്തേക്ക് വരേണ്ടതാണ്. മാത്രമല്ല ഇപ്പോഴത്തെ സർക്കാർ ഇപ്പോഴത്തെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം തന്നെ മന്ത്രിയും ഒക്കെ ഈ 2024 ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും സ്വർണം പൂശണമെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്ന കാര്യത്തിലെടുത്ത തീരുമാനമടക്കം മന്ത്രി പറഞ്ഞ് ചെയ്തു തന്നെയാണ്. അപ്പോൾ ആ മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും എല്ലാം ഇതിനകത്ത് പെടേണ്ടവരല്ലേ? തീർച്ചയായിട്ടും. അന്നത്തെ ദേവസ്വം ബോർഡ്, ദേവസ്വം വകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, എല്ലാവരും, ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡൻറ്റും അദ്ദേഹം സ്വയം പറയുന്നു എൻ്റെ കാലത്തൊന്നുമില്ല. പക്ഷേ 25 കൊണ്ടുപോയതോ അതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ കൊണ്ടുപോയത്. ദേവസ്വം മാനുവൽ അനുസരിച്ച് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലാത്ത, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സന്നിധാനത്തിന് പുറത്ത് കൊണ്ടുപോകരുതെന്ന് പറയുന്ന ഈ അമൂല്യ വസ്തുക്കൾ പുറത്ത് കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്, മന്ത്രിക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇവിടെ വേണ്ടുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തെളിയിക്കപ്പെടാത്ത സംഭവങ്ങളോ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മരണങ്ങളോ കൊലപാതകങ്ങളോ ആത്മഹത്യകളോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സമീപിക്കാവുന്നതാണ്. അതും കൂടി അന്വേഷിക്കണം. അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ഒരു ഷെയ്ഡി ക്യാരക്ടറുള്ള ഒരാളാണെന്ന് ഒരു കേസിൽ ഒരാൾ അറസ്റ്റിലാകപ്പെട്ട് കഴിഞ്ഞാൽ അയാളുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉള്ളതെല്ലാം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ യാതൊരു സംശയം വേണ്ട. നമ്മുടെ ഇപ്പോൾ ഈ നിമിഷം വരെയുള്ള നമ്മളുടെ അനുഭവം വെച്ചിട്ട് ഏത് പരാതി ഇതുമായി ബന്ധപ്പെട്ട് വന്നാലും അന്വേഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വാജിവാഹം, അതുപോലെ ഇലയുടെ എത്രയോ എണ്ണം കാണാനില്ല. ഇതിപ്പം നമ്മൾ അറിഞ്ഞ ഒരു കോപ്പറിനകത്ത് C വാസു എന്നുള്ള N വാസു എന്നുള്ളതിനെ ഇനി വേണേൽ C വാസു എന്നാക്കാം. കോപ്പർ വാസു പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പം ഇതെല്ലാം ഇങ്ങനെയുള്ള എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സംശയങ്ങളുണ്ടോ, കാരണം എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് അറിയണമെങ്കിൽ എന്തൊക്കെ ഉണ്ടോ എന്നുള്ളതിനൊരു രജിസ്റ്റർ വേണം. ആ രജിസ്റ്റർ പോലും സത്യസന്ധമല്ല, കംപ്ലീറ്റ് അല്ല, ഒക്കെയാണ്. അപ്പോൾ ആദ്യം അവിടുത്തെ സ്ട്രോങ് റൂമിൽ അടക്കം മൊത്തം പരിശോധിക്കുകയും രജിസ്റ്ററുകൾ മുഴുവൻ പരിശോധിക്കുകയും എന്തൊക്കെ ഇപ്പോൾ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരുന്നിട്ടുണ്ടോ അതെല്ലാം ഈ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. തെളിയും എന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. അല്പം സമയമെടുത്താലും ഇപ്പം കോടതി പറഞ്ഞ 6 ആഴ്ചയാവുന്നുള്ളൂ. എന്തായാലും ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ തന്നെ ഈ വൻ സ്രാവ് ആയ വാസു ഒരു ചെറിയ മീനല്ലല്ലോ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ നമ്മൾക്ക് എല്ലാ പേർക്കും എന്താ പറയുക, സന്തോഷിക്കുക എന്നുള്ളതല്ല, അഭിമാനിക്കാം. കാരണം അയ്യപ്പനോട് കളിച്ച ഒരാൾ പോലും, അയ്യപ്പനാണ് വലുത്, പാർട്ടിയും പോളിറ്റ് ബ്യൂറോയും വാസുവൊന്നുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.